5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ സ്വാമി, മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത്? വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല അല്ലേ? അതെ, ഞാൻ കരുതിയത് വിശാലിനെ കണ്ട പ്രശ്നത്തില് നിരഞ്ജനും അക്ഷരയും തമ്മിൽ വലിയ വഴക്കുണ്ടാവുന്ന. എവിടെ അവര് പറയ പോലെ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? സ്വാമിയുടെ കാണപ്പെട്ട ദൈവമാണല്ലോ ജയശങ്കർ. പിന്നെ എന്തിനാ ആ വീട്ടിലൊരു കലഹം ഉണ്ടാക്കാൻ സ്വാമി ആഗ്രഹിക്കുന്നത്? ഒന്നുകിൽ സ്വാമി ജയശങ്കറിന്റെ യഥാർത്ഥ സേവകനല്ല, അല്ലെങ്കിൽ സ്വാമിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെയൊന്നും പറയല്ല എന്റെ പൊന്നു മേഡം. ജയശങ്കർ സാറ് തന്നെയാ എന്റെ ദൈവം. ജയശങ്കർ സാറിനെ ഏറ്റവും കൂടുതൽ എതിർക്കണ ആരാ? ഈ അക്ഷരയും നിരഞ്ജനും തന്നെയല്ലേ? സാറ് പറഞ്ഞ കേട്ടിരുന്നെങ്കിൽ ഇപ്പം മേഡായിട്ടുള്ള പ്രശ്നങ്ങളെ ഒക്കെ തീർക്കായിരുന്നു. ഈ രണ്ടുപേരുമാ അതിനെ ഇടങ്കോലിട്ട് നിൽക്കണത്. സാറിന് സ്വസ്ഥത കിട്ടണമെങ്കിൽ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. അതിനു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ആ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒരു ആഗ്രഹവും. എന്തായാലും ആ വഴി തടഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യും? ഇത് പരിഹരിച്ചു എന്ന് കരുതി അവർക്ക് അത്ര പെട്ടെന്ന് സമാധാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞല്ലോ. അടുത്ത പ്രശ്നം അതെന്താണാവൂ? പുതിയൊരു തലവേദന ഉണ്ടായിട്ടുണ്ടല്ലോ, ശരവണൻ. മനസ്സിലായില്ല. അപ്പൊ മാഡം ഒന്നും അറിഞ്ഞില്ലേ? പൊന്നുമണിയില്ലേ, നിരഞ്ജന്റെ ബന്ധു, അവളും ശരവണനും തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തില. ശരവണനെ കല്യാണം കഴിക്കാനുള്ള വാശിയില പൊന്നുമണി. ഉള്ളതാണോ സ്വാമി പറഞ്ഞത്? ഞാൻ എന്തിനാ നുണ പറയണത്? അത് കൊള്ളാലോ സ്വാമി. ആ വിഷയം ഒന്ന് കത്തിച്ചു വിട്ടാ ജയശങ്കറിന്റെ സമാധാനം പോവാൻ അത് മതിയല്ലോ. മതി. നിരഞ്ജന്റെ സ്വസ്ഥത പോയാ അക്ഷരയുടെയും പോവും, അക്ഷരയുടെ പോയാ കാഞ്ചനന്റെയും പോവും. അതൊരു ചെയിന, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കൊള്ളാം, ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു സ്പേസ് അതിലുണ്ട്. ഞാൻ ആ പ്രശ്നം ശരിക്കൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് വേണ്ടതുപോലെ ചെയ്തോളാം. ഓ, എന്നാ ശരി സ്വാമി, വിട്ടോ. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇപ്പൊ വേണ്ട. അപ്പൊ അമ്മയുടെ വാക്കും ധിക്കരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാൻ അവര് പോയല്ലേ? പോയി. അതിമുഖം കണ്ടപ്പോ മനസ്സിലായി. ഒറ്റയ്ക്ക് പോയോ അതോ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നോ? അവൻ വന്നിരുന്നു, ആ സിദ്ധു. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലേ? എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ കേക്കണ്ടേ? ഞാനിവിടെ ഇല്ലാതായിപ്പോയി. ഉണ്ടായിട്ട് ഒരു പ്രയോജനവും. അവരാരും അനുസരിക്കാൻ പോകുന്നില്ല. നാണക്കേടാ, ആളുകൾ പറഞ്ഞ് ചിരിക്കും. എന്ത് ചെയ്യാന്, സഹിക്കന്നെ. എന്റെ ഒരു തടസ്സം എന്താണെന്നറിയോ? എനിക്ക് ഈ പ്രശ്നത്തില് ഡയറക്ടർ ഇടപെടാൻ പറ്റില്ലമ്മേ. സിദ്ധുവിന്റെ കഴുത്തിന് പിടിക്കാൻ എനിക്ക് അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചാ ഞാനെന്ത് ഉത്തരം പറയും? എനിക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യത്തോടെ ഈ പ്രശ്നത്തിൽ ഇടപെടാമായിരുന്നു. ശരത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? എത്രയും പെട്ടെന്ന് എന്റെ നിത്യയുടെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞ ഒരുത്തൻ ആ വീട്ടിൽ കയറി കളിക്കില്ല. അതേത് കൊമ്പത്തെ വക്കീലായാലും ഞാനത് തടയും, അവകാശത്തോടെ. ശരത്തെ ഈ അവസ്ഥയില് കല്യാണം എന്നൊക്കെ പറഞ്ഞ? അയ്യോ, നാളെ തന്നെ നടത്തണമെന്നല്ല പറഞ്ഞത്. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ശരിയാ. അങ്ങനെ ചെയ്താ നീ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നു എന്ന ചോദ്യം അവസാനിക്കും. അങ്ങനെ ആരെങ്കിലും ചോദിച്ചോ? അല്ല, ദേവികയോടൊപ്പം ചുറ്റിത്തിരിയാൻ നാണമില്ലേന്ന് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കാവുന്ന ചോദ്യമാണല്ലോ ഇത്. എനിക്ക് വേറെ ഭാര്യയില്ല, ഞാൻ ബാച്ചിലറാ. അതുപോലെയാണ് സിദ്ധു. എന്നോടെങ്ങാനും ചോദിച്ചാ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞേനെ. വഴക്കിനൊന്നും പോവണ്ട, അല്ലെങ്കിലേ നമ്മുടെ സമയം തീരെ ശരിയല്ല. അതിന്റെ കൂട്ടത്തില് അങ്ങനെ ഒരു വഴക്കും കൂടി ആയാ ശരിയാവില്ല. എന്നോട്ട് സർക്കാർ ഉദ്യോഗസ്ഥയാ മരുമോള്. ഇനി ആ അഹങ്കാരം കൂടി കാണേണ്ടി വരും. അതെനിക്കറിയാം. തടയാൻ ശ്രമിച്ചു നോക്കിയതല്ലേ, കഴിഞ്ഞില്ല. പക്ഷെ കല്യാണം ഞാൻ നടത്തും, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിത്യയുടെ കഴുത്തില് നീ താലി കെട്ടും.
അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല.